അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, വസന്ത് ന്യായീകരിച്ചതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? പെൻറ്റഗണിനെ കോട്ട് ചെയ്ത് എന്നാണ് പറഞ്ഞത്. പെൻറ്റഗൺ ഒരു വാർത്താ ഏജൻസിയൊന്നുമല്ല. പെൻറ്റഗണിന് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരവുമില്ല. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ പെൻറ്റഗണിനെ എങ്ങനെ അറിഞ്ഞു എന്നതും അത് ഒരു 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 സംശയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതിലെന്തെങ്കിലും ഈ വസന്ത് പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, രാഹുൽ ഗാന്ധി അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധി പല സമയത്തായി പല പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോ അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോ അത് പറയുമ്പോ എന്താ അറിയോ, വി ആർ ലീസ്റ്റ് ബോധേർഡ് അബൌട്ട് രാഹുൽ ഗാന്ധി. നമ്മൾ രാഹുൽ ഗാന്ധിയെ പറ്റി ഓർത്ത് അല്ലെങ്കിൽ ആലോചിച്ച് വ്യാകുലരല്ല. നമ്മൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ആലോചിച്ചിട്ടാണ് വ്യാകുലപ്പെടുന്നത്. രാഹുൽ ഗാന്ധിക്ക് എന്തും പറയാം. ഞാൻ രണ്ട് ഉദാഹരണം തരാം. മനോഹർ പാരേക്കർ മരണശയ്യയിൽ കിടക്കുകയാണ്. സംസാരിക്കാൻ പോലും വയ്യാതെ മൂക്കിലൂടെയൊക്കെ ട്യൂബ് ഇട്ട് കിടക്കുകയാണ്. ആ സമയത്ത് റാഫേൽ ഡീഡിനെ മനോഹർ പാരേക്കർ എതിർത്തിരുന്നു എന്ന് പറയാവോ? അത് അങ്ങോട്ട് മരിക്കാൻ കിടക്കുകയാണ്. അത് സംസാരിക്കാൻ പോലും, ഒരു വിരളനക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ മനോഹർ പാരേക്കർ റാഫേൽ ഡീലിന് എതിരായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അദ്ദേഹത്തിന്റെ മകന് ദേഷ്യം പിടിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു. രണ്ട്, റാഫേൽ ഡീലിൽ സുപ്രീം കോടതി പറയാത്തത് പറഞ്ഞിട്ട് സുപ്രീം കോടതി പോയി മാപ്പ് പറഞ്ഞു. സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞു, അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞിരുന്നില്ല, പോയി മാപ്പ് പറഞ്ഞു. അത് പോട്ടെ. അപ്പൊ രാഹുൽ ഗാന്ധിയെ വിടും. പ്രോബ്ലം എന്താ അറിയോ? നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് സൈനിക കാര്യങ്ങളിൽ ഒന്നും ഒരു കാരണവുമില്ലാതെ സംഭവിക്കില്ല. നത്തിങ് ഹാപ്പൻസ് വിത്തൗട്ട് എ വാലിഡ് റീസൺ. ഒന്നും തക്കതായ കാരണങ്ങളില്ലാണ്ട് നടക്കില്ല, അല്ലെങ്കിൽ സംഭവിക്കില്ല. 1999 കാർഗിൽ യുദ്ധമാണ് റാഫേൽ പർച്ചേസിനും അഗ്നിവീർ പദ്ധതിക്കും കാരണമായത്. 1999 കാർഗിൽ സംഘർഷത്തിന് ശേഷം ഇന്ത്യ രാജ്യം ഒരു കമ്മിറ്റിയെ നിയമിച്ചു. നമ്മളെ കാർഗിൽ യുദ്ധത്തിലെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും നമ്മുടെ തിരിച്ചടികളുടെയും എല്ലാ കാരണങ്ങൾ പഠിക്കാൻ സുബ്രഹ്മണ്യം കമ്മിറ്റി. ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ പിതാവ് സുബ്രഹ്മണ്യം ആയിരുന്നു ആ കമ്മിറ്റി തലവൻ. അദ്ദേഹം ഡിഫൻസ് സെക്രട്ടറി ആയിരുന്നു, ഉയർന്ന IAS ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവിടെ ആ കമ്മിറ്റിക്ക് മുമ്പാകെ നമ്മുടെ എയർഫോഴ്സിന്റെയും സൈന്യത്തിന്റെയും ഒരു ആവശ്യമായിരുന്നു അടുത്ത തലമുറ പെട്ട യുദ്ധവിമാനങ്ങൾ. അപ്പൊ അത് കണ്ടെത്തണം, ഏതാണെന്ന് കണ്ടെത്തി എത്രയും പ്രത്യേക പർച്ചേസ് ചെയ്യണം. അതിലെ ചർച്ചകൾ വാജ്പേയി സർക്കാർ പോകുന്നതിന് മുമ്പ് അതിന്റെ ചർച്ചകൾ നടത്തി ഏതാണ്ട് റാഫേൽ ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ 10 കൊല്ലം ഒരു ചുക്ക് സംഭവിച്ചില്ല ഇവിടെ. കാരണം ഇവിടെ ഇൻഡിസിസീവ്നെസ് ആയിരുന്നു. അതേപോലെ ആ കമ്മിറ്റി നടത്തിയ ഒരു ശുപാർശയാണ്. അതിന്റെ കാരണം അവർ പറഞ്ഞു, ഇന്ത്യൻ പട്ടാളത്തിന്റെ ശരാശരി വയസ്സ് 32ആണ്, US ആർമി 22ആണ്, യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും ആർമിയുടെ ശരാശരി വയസ്സും 24, 23 ഒക്കെയാണ്. നമ്മുടെ ആർമിയുടെ ശരാശരി വയസ്സ് കുറയ്ക്കണം. അതിന് ആവശ്യം പെർമനന്റ് റിക്രൂട്ടിൽ എത്രയാണോ വേണ്ടത് അതിന്റെ 4 ഇരട്ടി എടുക്കുക. എന്നിട്ട് അതിൽ 4ൽ 3 ആളുകളെ 4 വർഷം 5 വർഷം കഴിഞ്ഞാൽ അവർ അതുവരെ നടത്തിയ സേവനത്തിന് തക്കതായ പ്രതിഫലവും അവർക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് ഈക്വലായ സർട്ടിഫിക്കറ്റുകളും, അവർ ഏത് ട്രേഡിലാണോ വർക്ക് ചെയ്തത് അതിന് ഈക്വലായ, അവർ +2 കഴിഞ്ഞ് വരുന്നവരാണ് ഡിഗ്രി, 10ാം ക്ലാസ് കഴിഞ്ഞവർ വരുന്നവരാണെങ്കിൽ ഡിപ്ലോമോ, ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് അവരെ തിരിച്ചുവിടാം എന്ന ഒരു സംവിധാനത്തെ പറ്റിയിട്ട് ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അഗ്നിവീർ വരുന്നത്. രാഹുൽ ഗാന്ധി ഇതിനൊക്കെ പറ്റി ഇതെന്താണ് ഇതിന്റെ കാരണം എന്ന് മനസ്സിലാക്കാതെ റാഫേലിനെ വിമർശിച്ചു, അഗ്നിവീറിനെ ഒക്കെ വിമർശിച്ചത് വളരെ മോശപ്പെട്ട എന്താണ് ഭാഷയിലാണ്. മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞ വാക്ക്, ഈ ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തത് ചൈന പറഞ്ഞ് ഞങ്ങൾക്ക് 40 പേര് മരണപ്പെട്ടു ഗൾവാൻ. നമുക്ക് മരണപ്പെട്ടത് 20 ആളുകൾ. ആ 20 ആളുകൾ ആരാണ്, അവരുടെ പേരെന്താണ്, അവരുടെ ഡെസിഗ്നേഷൻ എന്താണ്, അവർ ഏത് ഗ്രാമത്തിലുള്ളവരാണ് കൃത്യമായിട്ട് അറിയാം. കേണൽ സന്തോഷാണ് ആ ടീമിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹമാണ് മരണപ്പെട്ടത്. തെലുങ്കാനയിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഡെപ്യൂട്ടി കളക്ടറാണ്. കൃത്യമായ കാര്യങ്ങൾ നമുക്കറിയാം.
ചൈന തന്നെ പറഞ്ഞു 40 പേര് മരണപ്പെട്ടു. ഇന്റർനാഷണൽ മീഡിയ പറഞ്ഞു 143 ആളുകൾ മരണപ്പെട്ടു എന്നാണ് ചൈനയുടെ. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഇതിനെപ്പറ്റി ഇന്ത്യ പട്ടാളക്കാർ തല്ലുകൊണ്ട് ഓടി എന്ന് പറഞ്ഞു, നമുക്ക് ഭൂമി നഷ്ടപ്പെട്ടു. എന്നിട്ട് പറയുന്നത് പെന്റഗൺ. ഹൂ ഈസ് ദിസ് പെന്റഗൺ? ഹൂ ദ ഹെൽ ഈസ് ദിസ് പെന്റഗൺ? 1971 യുദ്ധത്തിൽ 7ാം കപ്പൽപ്പടയെ ഇങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തിയവരാണ് അമേരിക്ക. അത് നടന്നില്ല, വേറെ കാര്യം. അതാണ് അമേരിക്കൻ മനോഭാവം. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ നമുക്കൊരു ഒരു പ്രശ്നം ഉണ്ടായി. എന്താണ്? മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളെ ബോംബ് ചെയ്യാൻ നമ്മുടെ വിമാനങ്ങൾക്ക് 3 കിലോമീറ്റർ അടുത്ത് വരെ സഞ്ചരിക്കേണ്ടി വന്നു. കാരണം നമ്മുടെ കയ്യിൽ സാധാ മിസൈലായിരുന്നു. അപ്പോൾ അവരുടെ ഫയറിംഗ് റേഞ്ചിൽ വിമാനങ്ങൾ വരും. ഒരു പൈലറ്റ് നചികേതസിനെ നഷ്ടപ്പെട്ടു, മറ്റൊരു പൈലറ്റ് അഹൂജയെ നഷ്ടപ്പെട്ടു. അപ്പൊ ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ലേസർ ഗൈഡഡ് മിസൈലുകൾ ഉണ്ടായാൽ 5 കിലോമീറ്റർ ദൂരത്തിന് അയക്കാം, അപ്പൊ ചൂട് തേടി പോയിക്കോളും എന്നൊരു സജഷൻ വന്നു. ആരെടുത്തുണ്ട്? അമേരിക്കയുടെ അടുത്തുണ്ട്, ഇസ്രായേലിന്റെ അടുത്തുണ്ട്. അമേരിക്കയോട് ചോദിച്ചപ്പോ തന്നില്ല അവര്, ഇസ്രായേൽ തന്നു. അതുകൊണ്ടാണ് അവര് 1-2 ദിവസം കൊണ്ട് ഷിപ്മെന്റ് അയച്ചു. നമ്മൾ ലേസർ ഗൈഡഡ് മിസൈൽ അയക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ തോക്കുകളുടെ ഫയറിംഗ് റേഞ്ചിൽ വരാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ഇതാണ് അമേരിക്ക, ഇതാണ് അമേരിക്ക. യു ഷുഡ് നോട്ട് ബിലീവ് ഓൾ ദോസ് തിങ്സ് വിച്ച് അമേരിക്ക സേസ്. പെന്റഗണും ജോർജ് സോറാസ് ഒന്നും പറയുന്നത് വിശ്വസിക്കലല്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ പണി. അവരെ ഒന്നും കോട്ട് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് അട്ടർ ഫൂളിഷ്നെസ്. അങ്ങനെയൊക്കെ ചെയ്താൽ അത് വലിയ അപകടമാവും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം. പ്രോബ്ലം എന്താണ്? ഇതൊന്നും മനസ്സിലാക്കാതെ കാര്യങ്ങൾ പറയുന്നു. ചരിത്രം ഉൾക്കൊള്ളുന്നില്ല, ചരിത്രം പഠിക്കുന്നില്ല. റിപ്പീറ്റഡ്ലി ഫാക്ച്വലി റോങ് ആയ കാര്യങ്ങൾ പരസ്യമായി പറയുന്നു. കഴിഞ്ഞ ജൂൺ മാസം വരെ ഹി ക്യാൻ സേ എനിത്തിങ്, വി ഹാവ് നോ പ്രോബ്ലം. അയാൾ എന്തോ പറഞ്ഞോട്ടെ. കഴിഞ്ഞ ജൂൺ മാസം മുതൽ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഹീസ് ദി ഒപ്പോസിഷൻ ലീഡർ ഓഫ് ദിസ് കൺട്രി. അയാൾക്ക് ലൈസൻസ് ഇല്ല എന്തും വിളിച്ചു പറയാൻ. അദ്ദേഹത്തിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നോക്കണം. കാരണം അദ്ദേഹം പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇന്ത്യയുടെ അഭിപ്രായമായി ചിത്രീകരിക്കപ്പെടും. അപ്പൊ ഇത് മനസ്സിലാക്കണം. അപ്പോൾ പെന്റഗൺ എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്ഥാപിത താല്പര്യക്കാർ. ഇപ്പൊ നമ്മളെ ടാരിഫ് കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഇതൊക്കെയാണ് ഇവരുടെ സ്വഭാവം. നമ്മള് ഇതൊന്നും ഏറ്റുപിടിക്കാൻ പാടില്ല എന്ന മിനിമം എന്താ പറയാ ഒരു 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 മര്യാദ, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് പാലിക്കേണ്ടതായ ചില കാര്യങ്ങൾ പാലിക്കാനുള്ള എന്താ പറയാ, ഇപ്പൊ ആ വാക്ക് ഉപയോഗിക്കുക, അറിവില്ലായ്മയാണോ, അതല്ല കൂടെ നിൽക്കുന്നവർ കൊണ്ടുപോയി കുഴി ചാടിക്കുന്നതാണോ, ഇനി അതല്ല മറ്റെന്തെങ്കിലും കാര്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനകത്ത് തന്നെ കുറെ ആളുകൾക്ക് ഇത് ഒരു നീരസം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു പൊട്ടിത്തെറി വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഏതായാലും വരുന്ന നാളുകളിൽ ഇതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന് പറയാതിരിക്കാൻ വയ്യ.